ഞാൻ ഇനി പറയുന്ന 4 കാര്യങ്ങൾ ശരിയാക്കിയാൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ല. ആദ്യം ചോദിക്കുന്ന ചോദ്യം നമ്മളെല്ലാവരും ചോദിക്കുന്നതാണ്, ഞാൻ എന്തുകൊണ്ട് പരാജയപ്പെടും? നമ്മളെല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. വിജയത്തിന് സത്യത്തിൽ സൂത്രവാക്യങ്ങളൊന്നുമില്ല. എന്നാൽ പരാജയത്തിന് നിരവധി മാതൃകകളുണ്ട്. അതിൽ പ്രധാനം നമ്മുടെ ചിന്തകൾ തന്നെയാണ്. നമ്മുടെ ഉത്സാഹത്തെയും ഇഷ്ടങ്ങളെയും ഒക്കെ തല്ലിക്കെടുത്തുന്ന ചിന്തകളാണ് ഒന്നാമത്തെ പ്രശ്നം. അതിലൊന്ന്, നമ്മുടെ വാക്കുകൾ വിശ്വാസമായി മാറും എന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല. വിശ്വാസം പ്രവൃത്തിയായിട്ട് മാറും. പ്രവൃത്തി നമ്മുടെ ഭാവിയെ നിശ്ചയിക്കുകയും ചെയ്യും. എല്ലാം മോശമായി സംഭവിക്കുന്നു എന്ന ചിന്ത തുടർച്ചയായി ഉണ്ടാകുമ്പോൾ മോശം സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്നതാണ് സംഭവം. മറിച്ച് എനിക്കെല്ലാം നേരെയായിട്ടാണ് പോകുന്നത്, എൻ്റെ ശരിയായ വഴി ഞാൻ പിടിച്ചു കഴിഞ്ഞു തുടങ്ങി നമ്മൾ ചിന്തിക്കുകയാണെങ്കിലോ ജീവിതത്തിൽ മാറ്റം വരും. രണ്ടാമത്തെ കാര്യം, നമ്മെ ദുർബലപ്പെടുത്തുന്ന മറ്റൊരു ചിന്ത ഞാൻ എന്നും നിർഭാഗ്യവാനാണ് എന്ന ചിന്തയാണ്. ഭാഗ്യം മാത്രമാണ് ജീവിതത്തിൽ എല്ലാമെങ്കിൽ ലോട്ടറി എടുത്ത് നമ്മൾ വീട്ടിലിരുന്നാൽ പോരെ. കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവസരങ്ങൾ ധാരാളം വരുമെന്ന് മനസ്സിലാക്കി പ്രവൃത്തി ചെയ്യാൻ നമ്മൾ തുടങ്ങുകയാണ് വേണ്ടത്. ഭാഗ്യത്തെ പഴിച്ചിരിക്കാതെ സ്വന്തമായി എന്തെങ്കിലും ഒരു കഴിവ് അഥവാ സ്കില്ല് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കൂ. മാറ്റം കണ്ടു തുടങ്ങും. ഇനി മൂന്നാമത്തെ കാര്യം, ചിലർക്ക് മറ്റൊരു വിധത്തിലുള്ള ചിന്തയാണ്. ഞാൻ വിദഗ്ധനല്ല, പരിചയസമ്പന്നനല്ല, ആകർഷണീയമായ വ്യക്തിത്വം ഉള്ളവനല്ല. ഇങ്ങനെ പോകുന്നു ചിലരുടെ ചിന്ത. ഇതിന് കാരണം എന്താണെന്നറിയാമോ? താരതമ്യമാണ്. ഈ അസുഖത്തിൻ്റെ കാരണം താരതമ്യമാണ്. വാട്സപ്പോ ഫേസ്ബുക്കോ ഇൻസ്റ്റയോ ഒന്നുമില്ലാത്ത കാലത്ത് ജീവിതത്തിൽ വിജയം നേടിയ ചിലരെ നിങ്ങൾ അറിയും. സ്റ്റീവ് ജോബ്സ്, മാർക്ക് സക്കർബർഗ്, ഇവരൊക്കെ ഇൻസ്റ്റയോ ഫേസ്ബുക്കോ വാട്സപ്പൊന്നും നോക്കി ഉപയോഗിച്ച് ജീവിതത്തിൽ വിജയിച്ചവരല്ലല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ ഇതൊന്നും ആവശ്യമില്ല. അതിനെ നമുക്ക് സ്മാർട്ടായിട്ട് എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക? അതിനെയാണ് സ്മാർട്ടായി ജീവിക്കാൻ തുടങ്ങുക എന്ന് പറയുന്നത്. വെറുതെ ചിന്തിച്ചിരുന്നാൽ പരിചയസമ്പത്ത് നമുക്ക് ലഭിക്കുമോ? നല്ലപോലെ പണിയെടുത്ത് ആത്മവിശ്വാസം ഉണ്ടാകുമ്പോഴാണ് ആകർഷണീയമായ വ്യക്തിത്വം നമുക്ക് ഉണ്ടാകുന്നത്. അടുത്ത പ്രാവശ്യം കണ്ണാടി നോക്കുമ്പോൾ പലരും പറയും കണ്ണാടി നോക്കിയിട്ട് സ്വയം ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പലരും പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നോക്കൂ, കണ്ണാടി നോക്കുമ്പോൾ ഞാൻ വളരുകയല്ല, മറിച്ച് വളർന്നു കഴിഞ്ഞു എന്നാണ് പറയേണ്ടത്. ഞാൻ കണ്ണാടി നോക്കി ഇനി വളരാമെന്ന് ചിന്തിക്കുന്നൊരു ടെക്നിക്കുണ്ട്. അതല്ല വേണ്ടത്. ഞാൻ വളരുകയല്ല, മറിച്ച് വളർന്നു കഴിഞ്ഞു എന്ന് പറയൂ. നിങ്ങൾക്ക് എന്തായാലും മാറ്റം കാണാൻ പറ്റും. നാലാമത്തെ കാര്യം, ചിലർ പറയും എന്നെ ആർക്കും ഇഷ്ടമല്ല എന്ന്. ലോകത്തിലുള്ള എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടാൻ പറ്റുമോ? അതിൻ്റെ ആവശ്യവുമില്ല. പലതവണ പരിശ്രമിച്ചിട്ടും നിങ്ങളെ ആരും ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് സ്വയം നിങ്ങൾ എത്രമാത്രം ഓപ്പണപ്പാണ് എന്നതാണ്. ബന്ധങ്ങൾ ഉണ്ടാകാൻ സ്വയം ഓപ്പണായോ നിങ്ങൾ? ഫീഡ്ബാക്ക് ശ്രദ്ധിക്കണം. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഫീഡ്ബാക്ക് എന്താണ്? ലോകത്തെ മാത്രം കുറ്റപ്പെടുത്താതെ സ്വയം ബോധമാണ് ആദ്യം നമുക്ക് ഉണ്ടാകേണ്ടത്. കുറച്ചൊക്കെ തൻ്റെ സ്വന്തം ഉള്ളിലേക്ക് നോക്കാൻ പഠിക്കണം. മറ്റുള്ളവരോട് നന്നായി പെരുമാറിയാൽ തിരിച്ചും അത് ലഭിക്കുമെന്ന് നമ്മൾ അറിയുകയും വേണം. അങ്ങനെ ജീവിതത്തെ നമ്മൾ ഈ തരത്തിൽ ഈ 4 കാര്യങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയമുണ്ടാക്കാൻ സാധിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നമസ്തേ.